എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലംസ് ആണ്. ദി പ്രോഡക്റ്റ് ഓഫ് 2 numbers is 1400 and their sum is 81. What is the product of the numbers next to each? 2 സംഖ്യകളുടെ സം തന്നിട്ടുണ്ട്, 81 ആണ്. അവയുടെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 1400. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സിനേക്കാൾ ഒന്ന് കൂടുതലായ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് ദി നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ എന്നെടുക്കാം. 2 നമ്പേഴ്സ് എക്സും വൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ 81 ആൻഡ് എക്സ് വൈ 1400. പ്രോഡക്റ്റ് 1400 ആണ്, അവയുടെ സം 81 ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്ത 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. എക്സും വൈ ആണ് നമ്പേഴ്സ്. അടുത്ത 2 നമ്പേഴ്സും എക്സ് പ്ലസ് 1ഉം വൈ പ്ലസ് 1ഉം. അപ്പൊ എക്സ് പ്ലസ് 1ഉം വൈ പ്ലസ് 1ന്റെയും കൂടി പ്രോഡക്റ്റ് നമുക്കറിയാം. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി. അതായത് ഫസ്റ്റ് സമ്മിലെ ഓരോ നമ്പറും കൊണ്ട് സെക്കൻഡ് സമ്മിലെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ എക്സ് കൊണ്ട് എക്സിനെ വൈയെ ഗുണിച്ചു, എക്സ് വൈ പ്ലസ് x into 1 plus y into 1 plus 1 into 1. അതായത് xy plus x plus y plus 1. അപ്പൊ അതിൽ xy എന്താണെന്നറിയാം, 1400 ആണ്. x plus y എന്താണെന്നറിയാം, 81 ആണ്. അപ്പൊ 1400 plus 81 plus 1, അതായത് 1482. അതായത് x plus y യുടെ സ്ഥാനത്ത് 81ഉം xy യുടെ സ്ഥാനത്ത് 1400. അതായത് സംഖ്യകളുടെ ഗുണഫലത്തിന്റെ കൂടെ ആ സംഖ്യയുടെ സമ്മും ഒന്നും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും തൊട്ടടുത്ത 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്. ക്ലിയർ ആയല്ലോ? ഇനി വേറെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ദി പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് പറഞ്ഞാൽ 1 3 5 7 2 വീതം കൂടി പോകും. അപ്പോൾ ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 621 ആണ്. ആൻഡ് ദെയർ സം ഈസ് 50. അപ്പൊ 2 ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 621, 621. അവയുടെ സം 50 ആണ്. വാട്ട് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ഓരോ നമ്പറിനെയും തൊട്ടടുത്ത ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? അപ്പൊ ഇവിടെ ആദ്യം ചെയ്ത പോലെ ലെറ്റ് ദി 2 നമ്പേഴ്സ് ബി ഓഡ് നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ എടുക്കുക. അപ്പോൾ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? എക്സ് ഇൻറ്റു വൈ 621. അപ്പൊ എക്സ് ഇൻറ്റു വൈ 621 ആണ്. എക്സ് പ്ലസ് വൈ 50 ആണ്. അപ്പൊ അതാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാ അടുത്ത 2 ഓഡ് നമ്പർ. ഒരു ഓഡ് നമ്പർ എക്സ് ആണ്, അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ആണ്. കാരണം ഒരെണ്ണം 5 ആണെങ്കിൽ അടുത്തത് 5 പ്ലസ് 2 7, ഒരെണ്ണം 7 ആണെങ്കിൽ അടുത്തത് 7 പ്ലസ് 2 9. അപ്പോൾ ഒരെണ്ണം എക്സ് ആണെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് 2. അതുപോലെ ഒരെണ്ണം വൈ ആണെങ്കിൽ അടുത്തത് വൈ പ്ലസ് 2. അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 എന്ന് പറയുന്നതാണ് നമുക്ക് അടുത്ത 2 ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ഓഫ് നെക്സ്റ്റ് 2 ഓഡ് നമ്പേഴ്സ് പറയുന്നത് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2. അത് പ്രോഡക്റ്റ് ഇവിടെ ചെയ്ത പോലെ അതെങ്ങനെയാണ്? എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുക, എക്സും 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക, 2ഉം വൈയും മൾട്ടിപ്ലൈ ചെയ്യുക, 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 2 ഇൻറ്റു 2. അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എക്സ് വൈ പ്ലസ് ഇതിൽ രണ്ടിലും 2 വെളിയിലെടുക്കാം. സമ്മിന്റെ ടോയ്സ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇത് 2 ഇൻറ്റു 2 4. അപ്പൊ നോക്കിയേ, എക്സ് വൈ പ്ലസ് ടോയ്സ് ഓഫ് ദി സം പ്ലസ് 4. അതിൽ എക്സ് വൈ നമുക്കറിയാം എത്രയാണ്? 621. എക്സ് പ്ലസ് വൈ അറിയാം 50. അപ്പൊ 621 പ്ലസ് 2 ഇൻറ്റു 50 പ്ലസ് 4. അതായത് 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 പ്ലസ് 4 104. അപ്പൊ 621 പ്ലസ് 104 എന്ന് പറഞ്ഞാൽ 725 എന്ന് കിട്ടും. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ അത് 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് അറിയാമെങ്കിൽ അതിനേക്കാൾ 2 കൂടിയ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഇതുപോലെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി വേറെ ഒരു ചോദ്യം നോക്കാം. ദി പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. ഇത് നമ്മൾ ഇപ്പൊ സംഖ്യകളുടെ പ്രത്യേകതകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഓഡ് നമ്പേഴ്സ് പറഞ്ഞാൽ എന്താണ്? 1 3 5 7 9 എക്സെട്ര ആണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുത്ത് ഇപ്പൊ 7 ഉം 9 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 7 into 9 63 ഓൾസോ ആൻ ഓഡ് നമ്പർ. 5 ഉം 7 മൾട്ടിപ്ലൈ ചെയ്താൽ 5 into 7 35 ഈസ് ആൻ ഓഡ് നമ്പർ. അപ്പൊ 2 ഓഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ നോക്കുമ്പോൾ അത് എല്ലാം ഓഡ് നമ്പർ തന്നെ കിട്ടുക. അപ്പൊ നമുക്കൊന്ന് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. ഓൾജിബ്ര ഉപയോഗിച്ച് അത് തെളിയിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം.
സാധാരണ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 2ന്റെ കൂടെ 2ന്റെ ഗുണിതത്തിന്റെ കൂടെ ഒന്ന് കൂട്ടുന്നതാണ്. അതായത് 2, 4, 6, 8 ഇതൊക്കെ ഈവൻ നമ്പറാണ്. അതിനോട് ഒന്ന് കൂട്ടുമ്പോഴാണ് ഓഡ് നമ്പർ. അപ്പോൾ 2n+1 ഒരു ഓഡ് നമ്പർ ആണെന്ന് എടുക്കാം. അതുപോലെ 2m+1 വേറെ ഒരു ഓഡ് നമ്പർ. അപ്പോൾ രണ്ട് ഓഡ് നമ്പേഴ്സ് 2n+1ഉം 2n. എന്തുകൊണ്ട് അങ്ങനെ എടുത്തത് മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ ഓഫ് 2+1. അപ്പോൾ ഒരു ഓഡ് നമ്പർ 2 × n+1 2n+1. മറ്റൊരു ഓഡ് നമ്പർ 2 × m+1. അപ്പോൾ എമ്മും എന്നും ഏത് എങ്കിലും ഒരു കൗണ്ടിങ് നമ്പർ ആയിരിക്കും. അപ്പോൾ 2n+1ഉം 2m+1 രണ്ട് ഓഡ് നമ്പർ. അതിൻ്റെ ഗുണഫലം നോക്കാം. അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2n+1 × 2m+1 മൾട്ടിപ്ലൈ 2n × 2m, പിന്നെ 2n × 1, പിന്നെ 1 × 2m, പിന്നെ 1 × 1. അപ്പോൾ 2 × 2 4m എന്ന് കിട്ടും. ഇതിൽ 2n + 2m. ഇതിൽ നോക്കിയേ, ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്, ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്, ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അപ്പോൾ ഇത്രയും 2 കോമൺ എന്ന് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 2 × 2mn അതാണ് 4mn. 2 × n ആണ് 2n, 2 × m ആണ് 2m. അപ്പോൾ 2 വെളിയിലെടുത്തു, ബാക്കിയുള്ള അകത്ത് എഴുതി +1. അപ്പോൾ നോക്കിയേ, ഇത്രയും പാർട്ട് 2 × ഒരു കൗണ്ടിങ് നമ്പറാണ്, മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അപ്പോൾ ഇത് എന്തായി? മൾട്ടിപ്പിൾ ഓഫ് 2 + 1 ആയി. അപ്പോൾ രണ്ട് ഓഡ് നമ്പേഴ്സ് അതിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോഴും അത് എന്തായി? മൾട്ടിപ്പിൾ ഓഫ് 2 + 1 എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് എമ്മോ എന്നോ ഏത് കൗണ്ടിങ് നമ്പർ കൊടുത്താലും ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ജനറലായിട്ട് ഇങ്ങനെ ഓൾജിബ്ര ഉപയോഗിച്ച് തെളിയിക്കാൻ പറ്റും. ഇനി നമുക്ക് സംഖ്യകളുടെ മറ്റു ചില പ്രത്യേകതകൾ നോക്കാം. നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുക എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ ഒന്ന് കൂട്ടുക, അല്ലേ? ഇപ്പൊ ഉദാഹരണം 4 എന്ന് പറഞ്ഞാൽ 3 + 1 ആണ്. പിന്നെ 7 എന്ന് പറഞ്ഞാൽ 2 × 3 + 1 ആണ്. 10 3 × 3 + 1. അതായത് 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ ഒന്ന് കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പർ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന ഒരു നമ്പറാണ് 3m+1. അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 + 1. അതുപോലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന മറ്റൊരു നമ്പറാണ് 3n+1. n എന്ന നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് 1 കൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടിങ് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടുന്നതാണ് ഇതിന്റെ മൾട്ടിപ്പിൾ ഓഫ് 3 + 1. ആ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ എല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടും. അപ്പോൾ നോക്കാം, നമുക്ക് രണ്ട് നമ്പേഴ്സ് 3m+1ഉം 3n+1ഉം. അപ്പോൾ ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം. എന്ത് കിട്ടും? 3m × 3n 9mn. 3 × 3 9, m × n mn. അതുപോലെ 3m × 1 3m. അതുപോലെ 1 × 3n 3n. 1 × 1 1. അതിൽ നോക്കിക്കേ, 4 ടേംസ് ഉണ്ട്. 4 ടേംസിൽ ആദ്യത്തെ 3 എണ്ണത്തിനും 3 കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ നമുക്ക് അത് മുകളിൽ എടുക്കാം. 3 × 3mn അതാണ് 9mn എന്ന് പറഞ്ഞാൽ. 3 × m 3m, 3 × n 3n, ബാലൻസ് +1. അപ്പോൾ അത് ഇത്രയും നോക്കിക്കേ, ഇത്രയും ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് വരുമല്ലോ. ഒരു കൗണ്ടിങ് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് കൂട്ടും. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന രൂപത്തിലുള്ള നമ്പറാണ് അതും വന്നിരിക്കുന്നത്. അപ്പോൾ 3 കൊണ്ട് ഹരിച്ചാൽ അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്ന നമ്പർ ആയിരിക്കും. ഉദാഹരണം ഇപ്പോൾ 4നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 ആണല്ലോ റിമൈൻഡർ. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 ആണല്ലോ റിമൈൻഡർ. 4ഉം 10ഉം കൂടി ഗുണിച്ചേ 40. 40നെ 3 കൊണ്ട് ഹരിച്ചേ 13 3 39, ബാക്കി 1. അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 + 1 ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന രൂപത്തിലുള്ള രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന രൂപത്തിലുള്ള നമ്പർ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇനി ഇത് നമ്പേഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി വേറൊരു പ്രത്യേകതയായിട്ട് പോകാം. 4 തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി. ഇപ്പോൾ 1 2 3 4 നോക്കാം. 1 2 3 4. 4 1 ഗുണിച്ചേ 4 എന്ന് കിട്ടും. 2 3 ഗുണിച്ചേ 6. അതായത് ഈ അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെ ഗുണഫലം
നടുക്കുള്ളതിൻ്റെ ഗുണഫലത്തേക്കാൾ 2 കുറവാണ്. അതായത് 1 × 4 എന്ന് പറഞ്ഞാൽ 2 × 3 - 2 ആണ്. വേറെ 4 എടുത്ത് നോക്കാം. 3, 4, 5, 6. അവിടെ നോക്കിക്കേ, 3 × 6 18, 4, 5, 20. 20ൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ് 18. അപ്പോൾ അറ്റത്തുള്ള 2 സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുന്നത് നടുക്കുള്ള 2 സംഖ്യകളുടെ ഗുണഫലത്തിൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ്. വേറെ എക്സാമ്പിൾ നോക്കാം. 7, 8, 9, 10. 7 × 10 70. 8 × 9 72. 72-നേക്കാൾ 2 കുറവാണ് 70. അതായത് പ്രോഡക്റ്റ് ഓഫ് ദി എൻഡ് ടേംസ് വിൽ ബി 2 ലെസ് ദാൻ പ്രോഡക്റ്റ് ഓഫ് ദി മിഡിൽ ടേംസ്. അപ്പോൾ ഇത് എല്ലാ നമ്പേഴ്സിനും പ്രൂവ് ശരിയാണെന്ന് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? ഓൾജിബ്ര ഉപയോഗിക്കണം. ഓൾജിബ്ര ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം? ലെറ്റ് ദി 4 നാച്ചുറൽ നമ്പേഴ്സ് ബി തുടർച്ചയായത് വേണം. അപ്പോൾ ഒരെണ്ണം n എടുത്താൽ അടുത്ത n+1 ആയിരിക്കും, അടുത്ത n+2 ആയിരിക്കും, പിന്നെ n+3 ആയിരിക്കും, n+4 ആയിരിക്കും. അപ്പോൾ ലെറ്റ് ദി 4 നാച്ചുറൽ നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ബി n+1, n+2, n+3. ഇനി നമുക്ക് നോക്കാം, നടുക്ക് അറ്റത്തുള്ള 2 കൂടി ഗുണിച്ച് നോക്കാം. n × n+3 എന്ത് വരും? n², n × n², n × 3, 3n കിട്ടും. ഇനി നടുക്കുള്ള 2 ഗുണിച്ച് നോക്കാം. n+1 × n+2, n × n, n², n × 2, 2n, 1 × n, 1n എന്ന് പറഞ്ഞാൽ n തന്നെ, 1 × 2, 2. അത് സിമ്പിളിഫൈ ചെയ്യുമ്പോൾ n² പ്ലസ് 2n-ഉം n-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 3n വരും. അപ്പൊ n² + 3n + 2. ഇവിടെ എന്തായിരുന്നു കിട്ടിയ? n² + 3n. കണ്ടോ, ഇതിനേക്കാൾ 2 കൂടുതലാണിത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് 2 കുറയ്ക്കുന്നതാണിത്. അപ്പോ എന്ത് കിട്ടി? n × n+3 അറ്റത്തുള്ള 2ന്റെയും ഗുണഫലം എന്ന് പറയുന്നത് n+1 × n+2 ആയ നടുക്കുള്ള 2 ഗുണഫലത്തിൽ നിന്ന് 2 കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ കണ്ടോ, സംഖ്യകളുടെ പ്രത്യേകതകൾ, നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രത്യേകതകൾ നമുക്ക് ഇതുപോലെ ഓൾജിബ്ര ഉപയോഗിച്ച് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രത്യേകതകൾ നമുക്ക് x+y × u+v എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.